ബിഗ് ബോസ് മലയാളം സീസൺ 7 മോർണിംഗ് ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഈ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിലേക്കുള്ള 6 പേര്. ഈ 6 പേരോടും ബിഗ് ബോസ് പറഞ്ഞു 2 പേരെ വീതം നിങ്ങളെ സഹായിക്കാനായിട്ട് സെലക്ട് ചെയ്യാം. ഒരാൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ മറ്റുള്ള ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരാൾ ഇപ്പോൾ 2 പേരെ ചൂസ് ചെയ്താൽ അടുത്ത ആൾ വേറെ 2 പേരെ ചൂസ് ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് ഈ 6 പേരുണ്ടല്ലോ, അടുത്ത എവിക്ഷനിലേക്ക് വന്നിട്ടുള്ള, എവിക്ഷൻ അല്ല സസ്പെൻഷൻ, അതിലേക്ക് വന്നിട്ടുള്ള ഈ 6 പേർക്കും ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും, ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒടുവിലാണ് ആ 2 പേരെ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ ആൾക്കാരെ 2 പേരെ വെച്ച് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു മോർണിംഗ് ടാസ്കിൽ. അങ്ങനെ 2 പേരെ വീതം ഈ 6 പേരും തിരഞ്ഞെടുത്തു. ഇവിടെ ആദ്യം തന്നെ ബിഗ് ബോസ് ഇത് പറഞ്ഞ ഉടനെ തന്നെ ആദ്യം തന്നെ ചാടി വീണ് രണ ഫാത്തിമ ഒരു കളി കളിച്ചു. ജിസേലിനെ ആര്യനെയും രണ ഫാത്തിമ വിളിച്ചു. ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ തന്നെ പറഞ്ഞു, ഒരു ചെറിയ ഗ്രൂപ്പിസം ഇവർക്കിടയിൽ ഇന്നലെയല്ല മെനഞ്ഞാന്ന് രാത്രിയിലെ ലൈവിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ജിസേൽ, ആര്യൻ, അതുപോലെ രണ ഫാത്തിമയൊക്കെ നൈറ്റിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും ഇവരെ 2 പേരെയുമാണ് രണ വിളിച്ചത്. ശാരിക അതിനുശേഷം വിളിച്ചത് ആദിലയും നൂറയും പിന്നെ ബിന്നിയെയും വിളിച്ചു. അതൊരു ബ്രില്യൻ്റ് മൂവായിട്ട് തോന്നി. ആദിലേക്കും നൂറയ്ക്കും ഒന്നിച്ചിറങ്ങാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണല്ലോ, ആ ഉദ്ദേശത്തിലാണ് വിളിച്ചത്. അപ്പോൾ 3 പേരുടെ ഹെൽപ്പ് കിട്ടും. സാബു വിളിച്ചത് അക്ബറിനെയും ഷാനവാസിനെയുമാണ്. അതും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവാണ്. കാരണം 2 പേരും വളരെ സ്ട്രോങ് ആണ്, ഫിസിക്കലി ഫിറ്റ് ആണ്. അടുത്തത് അനീഷ് വിളിച്ചത് ശരത്തിനെയും അനുമോളയുമാണ്. അനീഷ് തന്റെ ഏറ്റവും വലിയ പ്രതിയോഗികളെ തന്നെ സഹായിക്കാനായിട്ട് വിളിച്ചിരിക്കുകയാണ്. സരിക വിളിച്ചത് നെവിനെയും അഭിലാഷിനെയുമാണ്. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന 2 പേര് തന്നെയാണ്. രേണു വിളിച്ചത് ബിൻസിയെയും ശൈത്യയുമാണ് രേണു വിളിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് അവരെ സഹായിക്കാനായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.